എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നന്ദുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ അച്ഛനമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിൻ്റെ അമ്മ പറയാണ്, നന്ദുവിന് ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ, അവൾ പർച്ചേസിനെന്ന് പറഞ്ഞ് പോയതല്ലേ, എവിടെ പോയാൽ എന്തോ എന്നൊക്കെ. അപ്പോൾ ഗോവിന്ദൻ പറയും, ഇല്ല നന്ദു എന്തായാലും ഷോപ്പിങ്ങിന് പോയല്ലേ, അവളിപ്പം വരും, നീ അവൾക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറും ചമ്മന്തിയൊക്കെ റെഡിയാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ റെഡിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നന്ദു വരുന്നത്. നന്ദു വരുമ്പോൾ തന്നെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷത്തോടെ അവരെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അമ്മ ചോദിക്കും, എന്ത് പറ്റി നന്ദു ഇത്രയും ലേറ്റായെന്നൊക്കെ. അപ്പോൾ നന്ദു പറയും, അത് കാക്കി ഇടുന്നുമ്പോൾ തന്നെ നിയമം കയ്യിലെടുക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയും. അപ്പോൾ നന്ദുവിൻ്റെ അമ്മ ചോദിക്കും, എന്താ പറ്റി എന്നൊക്കെ ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്ദു പറയുന്നത് കേട്ട് നന്ദുവിൻ്റെ അച്ഛനമ്മ ഷോക്കായിട്ട് നിൽക്കണം, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ചോദിക്കും, എന്ത് പറ്റി, എന്താ കാര്യം നീ പറ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഒരു പൊതുനിരത്തിൽ ഒരു പെൺകുട്ടിയോട് ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറി, അപ്പോൾ അതിലൊന്ന് ഇടപെടേണ്ടി വന്നു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അവനൊന്ന് ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കണതും നന്ദുവിൻ്റെ അമ്മ വളരെ ടെൻഷനാവുകയാണ്. അപ്പോൾ പറയണം, ഞാൻ പറഞ്ഞതല്ലേ ഇനി ട്രെയിനിങ് കഴിഞ്ഞവരോ ഒരു കാര്യത്തിലും പോയി തലയിടല്ലെന്ന് എന്നൊക്കെ പറയുകയാണ്. എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇനി ഇത് വല്ല കേസോ വല്ല ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല ഇനി അവൻ പോയി കേസ് കൊടുത്താൽ ആ ഭാഗത്താവേ ഉള്ളൂ, അത്രയ്ക്കുള്ളതാണ് അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കൂളാവുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, നീ വാങ്ങിക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോ? വാങ്ങിച്ചു, ഇനി നയനേച്ചിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പം നന്ദു വന്നങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഈ കാക്കി ഇടുന്നുമ്പേ ഇത്ര വലിയ പ്രശ്നമാണെങ്കിൽ കാക്കി ഇട്ട് കഴിഞ്ഞാൽ അവൾ ഏതായിരിക്കും, തെറ്റ് കണ്ട എന്തായാലും അവൾ പ്രതികരിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അടുത്തായിട്ട് നയനയാണ് കാണിക്കുന്നത്. നയന ബെഡിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നവ്യ വരുന്നുണ്ട്. നവ്യ വരുന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, നിനക്ക് കുറവുണ്ടോ, വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ. ഇല്ല ചേച്ചി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കും, നീ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നവ്യ പറയും, അതെ ഞാൻ വീട്ടിലിരുന്നിരുന്ന് എനിക്ക് ബോറടിച്ച് തുടങ്ങി, ഞാനൊന്ന് പുറത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ നയന പറയും, എങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറയും. അപ്പോൾ പറയും, വേണ്ട നിനക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ, നീ വരണ്ട എന്നൊക്കെ നവ്യ പറയുന്ന സമയത്ത്, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്തായാലും പുറത്ത് പോവാം, പിന്നെ നന്ദു നാളെ പോവേയല്ലേ, അപ്പോൾ അവളെയും കൂടെ വിളിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് വരികയും ചെയ്യാം. അങ്ങനെ നയനയും നവ്യയും കൂടെ റെഡിയായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ദേവേനെ കാണുന്നുണ്ട് നയന. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇതാ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, നീ എന്തായാലും വാ നമുക്ക് സംസാരിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ നയനയും വിളിച്ചുകൊണ്ട് വരികയാണ്. നയന വന്ന് ദേവേനോട് പറയുന്നുണ്ട്, അമ്മ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ദേവേനി ചോദിക്കും, അതിന് നിനക്ക് തലവേദനയും തലചുറ്റലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഈ വെയിലത്തെന്തിനാണ് നീ പുറത്തോട്ട് പോകുന്നത്, അപ്പോൾ നീ കള്ളമാണോ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നയനോട് ചോദിക്കും. അപ്പോൾ പറയും, ഇല്ലമ്മേ ഞാൻ കള്ളമൊന്നുമല്ല പറഞ്ഞത്, ഇപ്പം എനിക്ക് നല്ല കുറവുണ്ട്, അമ്മ തുളസിയിലേക്ക് ഇട്ട് തന്നില്ലേ, അതിട്ട് ആവി പിടിച്ചപ്പോൾ എനിക്കിപ്പം നല്ല കുറവുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവേനിക്കൊരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്, ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്, കുറഞ്ഞല്ലോ എന്നുള്ളതിന്. നയന പറയും, നാളെ നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ പോകുന്നുണ്ടമ്മേ, അപ്പോൾ അവളെയും കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോയി അവൾക്ക് വേണ്ട ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടേ വരത്തുള്ളൂ, വരാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ദേവേന് പറയാം, അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ തലചുറ്റലെന്നൊക്കെ പറഞ്ഞ് നീ ഒരു നാടകം കളിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇല്ലമ്മേ അങ്ങനെയൊന്നും അല്ല, അതിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ പറയും. അപ്പം ദേവേനി പറയും, ഇന്ന് പോയിട്ട് അവിടെ തങ്ങാനാണോ പരിപാടി എന്നൊക്കെ ചോദിക്കും. ഇല്ലമ്മേ ഞാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നയനയും കൂടെ പോകുമ്പോഴത്തേക്കും ദേവേനി വിചാരിക്കും, അവരെ ഒരു ദിവസം വീട്ടിൽ നിർത്താനുള്ളതായിരുന്നു, ഇനി പോട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കും. അപ്പോൾ നവ്യയും നയനയും നന്ദുവൊക്കെ ഷോപ്പിംഗ് മോളിൽ നിന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം നയനയാണ് ബില്ലൊക്കെ പേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്ദു പറയും, എന്തിനാ ഇത്ര ഒരുപാട് പൈസ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതൊന്നും നീ അറിയണ്ട, ഇനിയിപ്പോൾ SI കഴിയുമ്പോൾ നിനക്കിനി നമ്മളൊന്നും വാങ്ങിച്ച് തരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പം നവ്യ പറയും, ഇനി നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നയന നന്ദുവിന് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു.
ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പോലീസ് വണ്ടി വരുന്നത് കാണുന്നത്. അപ്പോൾ നവ്യ ചോദിക്കും, ആ നീ എസ് ഐ ആവുന്നെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ഇവരൊക്കെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കളിയാക്കിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവർ പോലീസ് വണ്ടിയൊക്കെ കണ്ടെങ്കിലും ഇവർ കൂളായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പറയും, അപ്പം പോലീസുകാർ ചോദിക്കും, ഇതിലാരാ നന്ദു എന്ന് ചോദിക്കും. അപ്പോൾ പറയാം, അത് ഞാനാണെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയും. എന്താ സാർ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയില്ല, ഇത് ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്നൊക്കെ പറയാം. അങ്ങനെ അവിടെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ കാര്യമെന്നൊക്കെ. അപ്പം അതിനുശേഷം അവരെ കാര്യമൊന്നും പറയുന്നില്ല, സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെയും കൂട്ടി എസ് ഐ പോവുകയാണ്. അപ്പം നയനയും നവ്യയും കൂടെ ഭയങ്കര ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യുക, ഇത് ആരോ ട്രാപ്പിലാക്കിയെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.